റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK വാഹന നിർമ്മാണം കുത്തനെ ഇടിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് കാർ, വാൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഉത്പാദനം 1953 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. കോവിഡ് കാലഘട്ടത്തിൽ വ്യവസായം അടച്ചുപൂട്ടിയ സമയത്തൊഴികെ ഇത്രയും മോശമായ സമയം ഉണ്ടായിട്ടില്ല. ഈ വർഷം ജൂൺ വരെയുള്ള ആദ്യ 6 മാസങ്ങളിൽ കാർ ഉൽപാദനം 7.3% കുറഞ്ഞത്. വാൻ ഉൽപാദനം 45% കുറഞ്ഞത്. വൗഹാളിലെ ലൂട്ടൺ വാൻ പ്ലാന്റ് അടച്ചുപൂട്ടിയതാണ് വാൻ ഉൽപാദനം ഇത്രയും കുറയുവാൻ കാരണമായത്. സൊസൈറ്റി ഓഫ് മോട്ടോഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സിന്റെ ഡാറ്റ ഈ മേഖലയിലെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് തെളിവാണ്. UK കാർ വിപണിയുടെ പ്രധാനമായ മാർക്കറ്റായ US ഏർപ്പെടുത്തിയ താരിഫ് നയം ആദ്യപാദത്തിൽ ഉൽപാദനം കുറയുവാൻ കാരണമായി. UK വീട് വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള ചിലവ് കനത്ത തോതിൽ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മലയാളി വിദ്യാർത്ഥികളാണ് ഇതുമൂലം ഏറ്റവും ദുരിതത്തിലായതെന്ന് ഒരു വിഭാഗം പറയുന്നു. പലർക്കും പഠന സമയത്തും അത് കഴിഞ്ഞുള്ള സ്റ്റേ ബ്ലോക്ക് സമയത്തും പാർട്ട് ടൈം ജോലിയിലൂടെ ലഭിക്കുന്ന പണം നിത്യച്ചെലവിന് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വാടക ഇനത്തിലെ വൻ വർധനവ്. വാടക ഇനത്തിൽ പ്രതിമാസ ചെലവ് £221 വർദ്ധിച്ചതായിട്ടാണ് പ്രോപ്പർട്ടി പോർട്ടലായിട്ടുള്ള സുല്ല പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത്. ഈ വർധനവ് വാടകക്കാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വാടക കൂടിയ പ്രദേശങ്ങളിൽ ജോലി ലഭിച്ചാലും പലരും ഉപേക്ഷിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. വാടക കൂടിയതിനെ തുടർന്ന് പല മുതിർന്ന കുട്ടികളും തങ്ങളുടെ മാതാപിതാക്കളെ ജീവിത ചെലവിൽ സഹായിക്കേണ്ട അവസ്ഥയും കൂടി ഉണ്ടായിരിക്കുകയാണ്. ജൂലൈ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന കുടിയേറ്റ നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ UK സർക്കാർ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ മൈഗ്രേഷൻ സംവിധാനം പുനർനിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും നെറ്റ് മൈഗ്രേഷൻ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്കിൽഡ് വർക്കേഴ്സിനെയാണ്. UK ജോലി ചെയ്യുവാൻ വരുന്ന വിദേശ പ്രൊഫഷണലുകളെ ഈ മാറ്റം വലിയ തോതിൽ ബാധിക്കും. നിയമങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നാലെ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികളുടെയും ലൈസൻസുള്ള സ്പോൺസറുകളും അവരുടെ നിയമന തന്ത്രങ്ങൾ ക്രമീകരിക്കേണ്ടതായി വരും. ഒരു കാലത്ത് സമ്പന്നരുടെ ഈറ്റില്ലമായിരുന്നു ബ്രിട്ടീഷ് നഗരങ്ങളായ ബർമിംഗ്ഹാമും ലണ്ടനുമെല്ലാം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ധനികരെല്ലാം ബ്രിട്ടൻ വിട്ടു പോകുന്നു. സമീപകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങളാണ് ഇതിന് കാരണമെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ പോകുന്നവർ എത്തുന്നത് UK ആണ് എന്നതാണ്. ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ വിട്ട UK താമസിക്കാനെത്തുന്നത് ജോൺ ഫെഡ്രിക്സൺ ആണ്. ലോകത്തിലെ അറിയപ്പെട്ട കപ്പൽ മുതലാളിയാണ് അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ടാങ്കറിന്റെ ഉടമയാണ് അദ്ദേഹം. നോർവേ വംശജനായ ഇദ്ദേഹം ബ്രിട്ടനിലെ 9ാമത്തെ പണക്കാരനാണ്. കോടികൾ വിലമതിക്കുന്ന ജോർജിയൻ ബംഗ്ലാവ് വിറ്റാണ് ഫ്രെഡറിക്സൺ UK താമസം മാറുവാൻ തീരുമാനിച്ചത്. 300 വർഷം പഴക്കമുള്ള ജോർജിയൻ ബംഗ്ലാവ് $337 ദശലക്ഷം വിൽക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK വ്യാഴാഴ്ച UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ചർച്ച നടത്തുന്ന അദ്ദേഹം സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷ. ഊർജ്ജം, പ്രതിരോധം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ കൈകോർക്കുന്ന വിഷയവും ചർച്ചയാകും. ചാൾസ് രാജാവുമായും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് മാലദ്വീപിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26 മാലദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലെ 4ാം ദിനവും ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിരോധം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ പാർലമെന്റിൽ പ്രതിഷേധിച്ചത്. ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. അതേസമയം രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഉപാധ്യക്ഷൻ ഹരിവംശാണ് രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. അതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ച നടപടി രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് രാജ്യസഭാ MP അഖിലേഷ് പ്രസാദ് സിംഗ് നോട്ടീസ് നൽകി. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണകക്ഷിക്ക് പ്രതികൂലമായി വോട്ട് ബാങ്ക് നിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നടപടിയെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. അതേസമയം പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ പ്രധാന ദേശീയ വിഷയങ്ങൾ സഭയിൽ അഭിസംബോധന ചെയ്യാതെ വിദേശ യാത്ര നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമാജ്വാദി പാർട്ടി MP അവധേഷ് പ്രസാദ് വിമർശിച്ചു. 2024 ഗാന്ധി കുടുംബം തന്നെ എതിരിടാൻ വിസമ്മതിച്ചുവെന്നും രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത് ഇനി മുതൽ തന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്നുള്ള വിജയത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സ്മൃതി. 2024 രാഹുൽ ഗാന്ധിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ താൻ വീണ്ടും പരാജയപ്പെടുമായിരുന്നു എന്നും സ്മൃതി ഇറാനി പറഞ്ഞു. പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ അമേഠിയിൽ മത്സരിക്കാതിരുന്നത്. 2024 ഗാന്ധി കുടുംബം എന്നോട് യുദ്ധം ചെയ്യുവാൻ വിസമ്മതിച്ചു. അവർ യുദ്ധക്കളത്തിൽ പോലും പ്രവേശിച്ചില്ല. പക്ഷേ എനിക്ക് എന്തു പറയാൻ കഴിയും? അമേഠി എത്ര എളുപ്പമുള്ള സീറ്റല്ല, ചരിത്രം അത് തെളിയിക്കുന്നുവെന്നും സ്മൃതി പറഞ്ഞു.
കർക്കിടക വാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരശുരാമക്ഷേത്രം, വർക്കല പാപനാശം, കോവളം കോട്ടയം വെന്നിമല ശ്രീരാമക്ഷേത്രം, പെരുമ്പാവൂർ ചേലാമറ്റ ക്ഷേത്രം, ആലുവ മണപ്പുറം ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം, തൃക്കുന്നപ്പുഴ തൃശൂർ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം, ആറന്മുള കൊല്ലം തിരുമുല്ലവാരം, കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബകേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഭക്തർ പുലർച്ചെയോടെ എത്തി. പിതൃദോഷം അകറ്റുവാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുവാനുമാണ് ബലിയർപ്പിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം. എള്ള്, ഉണക്കലരി, വെള്ളം, ദർഭപുല്ല്, പൂക്കൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ. നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലാണ് തർപ്പണം നടത്തിവരുന്നത്. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ബാറ്റിംഗിനിടെ ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ ബാറ്റ് ഒടിഞ്ഞു തുടങ്ങി. ഇംഗ്ലീഷ് പേസർ ക്രിസ് വോക്സിന്റെ പന്ത് പ്രതിരോധിച്ചപ്പോഴായിരുന്നു ജയ്സ്വാളിന്റെ ബാറ്റ് തകർന്നത്. ആദ്യ സെഷനിൽ ക്രിസ് വോക്സ് എറിഞ്ഞ പന്ത് 9ാം ഓവറിലായിരുന്നു സംഭവം. 126 കിലോമീറ്റർ വേഗത്തിലെത്തിയ പന്ത് പ്രതിരോധിച്ചപ്പോൾ ജയ്സ്വാളിന്റെ ബാറ്റ് ഹാൻഡിലിന്റെ ഭാഗത്തുനിന്ന് ഒടിഞ്ഞു പോവുകയായിരുന്നു. ഉടൻ തന്നെ ജയ്സ്വാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പുതിയ ബാറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കരുൺ നായർ മറ്റൊരു ബാറ്റ് നൽകിയ ശേഷമാണ് ജയ്സ്വാൾ വീണ്ടും ബാറ്റിംഗ് തുടങ്ങിയത്. യശസ്വി ജയ്സ്വാൾ ഉപയോഗിക്കുന്ന ബാറ്റിന് 80,000 മുതൽ 90,000 രൂപ വരെയാണ് മാർക്കറ്റിലെ വില. ഇന്നിംഗ്സിൽ മികച്ച തുടക്കം ലഭിച്ച ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടിയാണ് പുറത്തായത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.14 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.